വിന തീർക്കും വിനായകനെ. ഈയുള്ളവന്റെ രാഷ്ട്രീയ ഭാവി ഇത്തവണയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. ഒരേ ഒരു പാർട്ടി ടിക്കറ്റ് എൻ്റെ ഒരു അപേക്ഷയാണ്. പഴവങ്ങാടി ഗണപതിക്ക് 1001 തേങ്ങ, കൊട്ടാരക്കര ഗണപതിക്ക് 1001 ഉണ്ണിയപ്പം. വിനായകനെ രക്ഷിക്കണേ. നേതാവേ, കിട്ടി. വല്ലതും പറഞ്ഞായിരുന്നോ? ഞങ്ങളുടെ വിളി ദൈവം കേട്ടു. പുറത്തുനിന്നാ? സോറി. ഈ ജമന്തിക്കര പഞ്ചായത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നേതാവിനെ തെരഞ്ഞെടുത്തു. ഇപ്പോ അതെങ്ങനെ തീരുമാനം അടുത്ത ആഴ്ച അറിയിക്കാമെന്നല്ലേ കൈമൾ സാർ പറഞ്ഞത്? ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കരുത്, അപകടമാ. എന്താ അപകടം? കൈമൾ സാർ ഇപ്പൊ പാർട്ടി മീറ്റിംഗിലാ. അവിടെ നമ്മുടെ പാർട്ടിയിലെ കരിങ്കാലികൾ പലരും ഉണ്ട്. അവരിപ്പോ ഇതറിഞ്ഞാൽ നമുക്കൊരു യമണ്ടൻ പാര വീഴും. നേതാവ് ധൈര്യമായിട്ടിരി, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഇങ്ങനെ പുഞ്ചിരിക്കുന്ന നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കട്ടെ. ഞാനിപ്പോ റെഡിയാക്കി തരാം. അവിടെ നിന്നേ. ജനലക്ഷങ്ങൾ നേതാവിനെ കൺകുളിർക്കൊന്ന് കാണാൻ ആലഞ്ചോട്ടിൽ കാത്തിരിക്കുകയാണ്. വേഗം വരണം നേതാവേ, വണ്ടി റെഡി. ഞാനിപ്പോ വരാം. ഇയാളെന്തോന്ന് എനിക്കറിയില്ല. ഇപ്പൊ വരും, മിണ്ടാതിരിക്കും. ശരി, എന്നാ പോവാം. ഇതെന്താ ബോംബല്ല, തേങ്ങ. തേങ്ങ വിളിദോഷം തീർക്കാൻ വേണ്ടിട്ടേ ആൽത്തറ ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് ശുഭമായിട്ട് അങ്ങ് തുടങ്ങാം. ധീരതയോടെ നയിച്ചോളൂ. ജമന്തിക്കരയുടെ നേതാവേ, പത്രമായിട്ടുണ്ട്, പേടിക്കണ്ട. ഈ മഹിളാ മണികൾ അറിയില്ലേ? ഇവരാ നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇത് കുളത്തിങ്കര രാധ, ഇത് KT ഗോമതി, ഗോമതി കരിക്കാട്ട് ഗോമതി എന്നറിയപ്പെടും. നേതാവേ, ഞങ്ങളെ കൈവിടല്ലേ. അയ്യോ, അതെങ്ങനെ വിടും? മതി, വിട്. ആൾത്തറ ഗണപതിക്ക് തേങ്ങ കൊടുക്കണ്ട. രാവിലെ വൈകുന്നേരം വിളിച്ചാ പോരെ? വൈകുന്നേരം അല്ല, രാവിലെ കൊടുക്കുന്ന തേങ്ങയാണ്. തേങ്ങ പഠിച്ചു പോകും. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, എത്തി എത്തി. ഇതാണ് ആൽത്തറ അമ്പലം. ഇതാണ് ആലമേക്കി അമ്പലം. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വോട്ടർമാര് കണ്ട എന്റെ രാഷ്ട്രീയ ഭാവി. നിങ്ങളെ ഞാനും വരുന്നു. അതൊക്കെ എന്റെ ഒരു വോട്ടാണ്, അറിഞ്ഞില്ല. ചക്കരേ, ഒരു 4 ആനമേക്കി. അണ്ണാ, ആനമേക്കൊക്കെ പണ്ട്, ഇത് പുലിമേക്ക്. എന്തെങ്കിലും ആവട്ടെ, കൊണ്ടുവാ. പുലിമയക്കി എന്താണ് ഒരു എലിയത്ത നാറ്റം? എലിയല്ലാതെ പിന്നെ പുലിയുടെ കോണ. എലിയായാലും വേണ്ടില്ല, പുലിയായാലും വേണ്ടില്ല, തലയ്ക്കങ്ങോട്ട് പിടിച്ചാ മതി. എന്നാ പിടി. എന്തുവാടാ നോക്കിയിരിക്കുന്നേ? എടാ, നിനക്കൊന്നും മദ്യപിക്കാൻ അറിഞ്ഞൂടാ. ഈ മുളകെടുത്ത് ഈ ഉപ്പിലോട്ടൊന്നും മുക്കി ഒരൊറ്റ കടി, ഇതെടുത്ത് ഒരൊറ്റ കുടി. കണ്ട കണ്ട, ഇതാ ഇവിടെ ഇരുന്നവന്മാരോടെ പോയി. സാർ ഇറങ്ങിയാലും വാളും പരിചയൊക്കെ എടുത്തോ. കേസ് കെട്ടുകളും കിടുതാൾപ്പുകളൊക്കെ എടുത്തോന്ന്. അതൊക്കെ എടുക്കാതിരിക്കൂ. എടുക്കുന്ന കാര്യമൊന്നും താൻ ഇങ്ങോട്ട് പറയണ്ട. കഴിഞ്ഞ മാസം തങ്കമണിയുടെ കേസ് കെട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ താൻ എന്താ എടുത്തോണ്ട് വന്ന? തങ്കച്ചന്റെ കേസ് കെട്ട്. അത് ഞാൻ മറന്നിട്ടില്ല. അച്ഛനും മണിയും തമ്മിൽ മാറിപ്പോയി. തങ്കത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. പാടോ പീറ ഗുമസ്ത. സ്ലോ മോഷനിൽ പോണ പോക്ക് കണ്ടില്ലേ? പീറ വക്കീല്. ആ ലക്ഷ്മണ വക്കീല് കോടതിയിൽ നിന്ന് കസറുമ്പോ മുട്ടുകാലടിച്ച് മുള്ളാനാണ് പോണതെങ്കിലും ബലം പിടുത്തത്തിന് ഒരു കുറവുമില്ല. മൈലോഡ്, അമേരിക്കയിൽ ബോംബാക്രമണമെന്ന് കേട്ടാൽ ചാടിപ്പുറപ്പെടുകയും
ഇന്നത്തെ കഞ്ഞിക്ക് അരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലുക്കവുമില്ലാതെ തിരിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഇയാളോടൊത്ത് ജീവിച്ച് എന്റെ കക്ഷി മടുത്തു. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധിക്ക് പ്രതീകമായ എന്റെ കക്ഷിയുടെ ദുരവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ നിൽക്കുന്ന എന്റെ കക്ഷിക്ക് ഒരല്പം രാജ്യസ്നേഹം കൂടിപ്പോയതിൽ എന്തിനാണ് തെറ്റ്? ഭാവിയിൽ എന്റെ മാന്യ കക്ഷി കൊടിവച്ച കാറിൽ മാതൃകയായി ജനലക്ഷങ്ങളുടെ ഇടയിൽ വന്നിറങ്ങി ഇവളെന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തി സ്വരൂപിണിയായ സ്നേഹനിധിയായ ഭാര്യയാണെന്ന ആവേശത്തോടെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഭാര്യ എന്ന പട്ടം നിങ്ങൾ നിഷേധിക്കുമോ? കണ്ട ഈശ്വര, പ്രഹ്ലാദം പൊളിച്ചടക്കുമല്ലോ. ഈ സത്യവാനത് എവിടെ പോയി കിടക്കുക? തുടങ്ങിയെന്നോ? തീരാറായി. സാധനം കിട്ടിയോ? കിട്ടി. രാഷ്ട്രീയം എന്ന 5 അക്ഷരം ലക്ഷ്മണൻ സാറിന് കുറിച്ചിട്ടുള്ള ആളാണ് എന്റെ ഈ കക്ഷി. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഗോഡ്സെയും പോലെ രാജ്യസ്നേഹിയും മാന്യനും മഹാമനസ്കനുമായ എന്റെ കക്ഷിയെ വെറുതെ ഒരു മോശക്കാരനാക്കി മുദ്ര കുത്തരുതെന്ന് താഴ്മയായി ഈ കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. അഡ്വക്കേറ്റ് പ്രഹ്ലാദൻ ഗോഡ്സെയും കറകളഞ്ഞ രാജ്യസ്നേഹിയായി ചിത്രീകരിച്ചതുപോലെ ഭക്തവത്സരനെ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ കള്ളം അതെത്ര ആഴക്കടലിൽ ഒഴുക്കിയാലും 7ാം തിരക്ക് കരക്കടിയും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ കറകളഞ്ഞ മദ്യപാനിയാണ്, ആഭാസനാണ്, സ്ത്രീലമ്പടനാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ കള്ളക്കഥ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. Objection sustained. You can proceed, Mr. Lashman. അഡ്വക്കേറ്റ് ലക്ഷ്മണൻ വെറും വാക്കുകൾ പറയാറില്ല. സത്യം ലക്ഷ്മണന്റെ തെളിവുകൾ പറയും. എന്റെ പൊന്നു സാറേ, ഈ വക്കീല് കള്ളം പറയുക. ഞാൻ വെറും ഒരു സാധുവാ. എന്തോന്ന് തെളിവ്? തെളിവുകൾ എങ്ങനെ കള്ളം പറയും മിസ്റ്റർ ഭക്തവത്സലൻ? 1, ഇയാൾ ഒരു ലോക്കൽ ഷാപ്പിൽ മദ്യപിക്കുന്ന ദൃശ്യമാണ്. ഇതിൽ നിൽക്കുന്ന മട്ടും ഭാവവും കണ്ടാൽ ഇയാൾ ഒരു മുഴുക്കുടിയനാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. 2, ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ പല പ്രാവശ്യം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവളാണ്. 3, ഇത് ഇയാളുടെ തന്നെ ഒരു സുന്ദര ചിത്രമാണ്. തല നരച്ച് കഷണ്ടിയാണെങ്കിലും ഈ ഫോട്ടോയിൽ നരയില്ല, കഷണ്ടിയില്ല. ഇയാൾ ഒരു ബ്രോക്കറുടെ കയ്യിൽ വിവാഹാലോചനയ്ക്ക് ഏൽപ്പിച്ചതാണ് ഈ ഫോട്ടോ. ഇതിനോടനുബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതി സമക്ഷം സമർപ്പിക്കുന്നു. തൊലഞ്ഞ് ഇവരുടെയും താലി മുറിയാൻ പോകുന്നു. മാലതി, എന്റെ വേദന കോടതി മനസ്സിലാക്കിയില്ലെങ്കിൽ നാളത്തെ പത്രത്തിന്റെ ചരമ കോളത്തിൽ എന്റെയും 2 കുട്ടികളുടെയും ഫോട്ടോ ഉണ്ടാവും. കേട്ടല്ലോ. മൈ ലോർഡ്, വെറുപ്പോടെ ശത്രുതയോടെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ കഴിയേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വേർപിരിഞ്ഞ് 2 ധ്രുവങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൊല്ലണ്ട, അടുത്ത കേസിന് ഞാൻ ജയിപ്പിച്ചു തരാം. സാറിന്റെ വാദം കേട്ടപ്പോ ജഡ്ജിയുടെ കയ്യിലെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്നു. അതങ്ങനെ ജഡ്ജിയുടെ കോട്ടിന്റെ ഇടയിൽ കൂടെ കണ്ടാ? അല്ല, കോട്ടിലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫോൺ. ഹലോ, അഡ്വക്കേറ്റ് ലക്ഷ്മൺ സ്പീക്കിംഗ്. അതെ. അഡ്വക്കേറ്റ് ലക്ഷ്മണന് കിരീടത്തിൽ ചൂടാൻ ഒരു പൊൻതുകൾ കൂടി. യെസ്. പക്ഷെ ഇത് പറയാൻ നിങ്ങൾ ആരാണ്? കുറെ നാളായല്ലോ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ ഒരു ആരാധിക. ആരാധിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. പിന്നെ ഈ പുകഴ്ത്തൽ പണ്ടേ എനിക്കിഷ്ടമല്ല. മേലിൽ എന്നെ ശല്യം ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, സാറിങ്ങനെ കുട്ടി വിഷമിക്കരുത്. സാർ വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാ. അദ്ദേഹത്തിന് ഇതിനൊന്നും ഒട്ടും സമയമില്ല. എനിക്കാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. എന്നെ എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ. എന്റെ ഫോൺ നമ്പർ 944. അവള് കട്ടാക്കിയല്ലേ? അല്ല, അവള് ഞാൻ സാർ, കൈയെടുത്ത് കുമ്പിടുന്ന ദൈവങ്ങളൊന്നും എന്റെ വിളി കേട്ടില്ല. എന്നെ രക്ഷിച്ചത് സാറാ. ഇതിന് പകരമായി ഞാൻ എന്താ സാറിന് തരേണ്ടത്?
too dangerous, John, John. Very funny, funny, John. John, John. There's a crazy big John, John. Not too dangerous, John, John. എന്റെ അമ്മേ, അയ്യോ ഓടുവെന്നോ? നിങ്ങൾ കാട് തെറ്റി. ഞാൻ സത്യവാനല്ലേ? എന്നോട് കളിക്കരുത്, ഞാൻ മഹാപെസകയാണ്. അത് മോഹം കണ്ടാൽ അറിയാം പെസ കാണുന്നത്. എന്നെ ഓടിക്കരുത്, ഞാനൊരു പാവ. അങ്ങനെ ഒരു പെശക് തീർന്നു കിട്ടി. പോട്ടെ വണ്ടി. ജയ് ലേഡീസ്, ജയ് ലേഡി, ജയ് ലേഡീസ്. ജയ് ലേഡീസ്. സ്ത്രീ ദേവതയാണ്, അവൾ അമ്മയാണ്, കാമുകിയാണ്, ഭാര്യയാണ്, മകളാണ്. ഇത് മാത്രമല്ല സ്ത്രീ. ഝാൻസി റാണിയും ഇന്ദിരാഗാന്ധിയും സ്ത്രീകളാണെന്ന് നമ്മൾ ഓർക്കണം. പുരുഷവർഗത്തിന് ചവിട്ടി മെതിക്കാനുള്ളതല്ല സ്ത്രീ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ലേഡീസ്. ഇനി അവൻ രക്ഷപ്പെടില്ല. വെൽ ഡൺ. ആ പോവാം, പോവാം, പോവാം. മാറ്റ്. മാറ്റി. ആ ഇത് പിടിച്ചേ. ആ ഓ എന്തൊരു മാലയത്. അയ്യോ ഉദ്ഘാടന സമയമായി. വേഗം ഉദ്ഘാടനത്തിനൊക്കെ ഇത്തിരി വൈകി ചെന്നാലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ. കൺട്രോൾ കിട്ടുന്നില്ല. അതിന് സാറ് രാവിലെ മദ്യപിച്ചോ? ഹലോ, ഡിഗ്രി ഗോവിന്ദൻ സ്പീക്കിംഗ്. നിങ്ങളാണോ ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അഡ്വക്കേറ്റ് ലക്ഷ്മണൻ? ലേഡീസ് ഒള്ളി. അതെ, പക്ഷെ കണ്ടാ പറയൂലട്ടോ, ഒരു വശപ്പശക്ക് ലക്ഷണം. ഇതെല്ലാം ചുമ്മാതിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഭാര്യ സുമലത, ഇവിടുത്തെ സിസ്റ്ററാ, സാറിന്റെ ഫാനാ. നമസ്കാരം. ഞാനടക്കം അവള് പെട്ടിയെടുത്ത് അങ്ങോട്ട് വരാനൊരുങ്ങും. ഒരു പരുവത്തിൽ അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത്. ചുമ്മാ പറയുന്ന സാറേ. നിങ്ങളൊരു ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഞാൻ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാ. പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിവിദഗ്ധമായി 7 ഹാർട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി. പക്ഷേ പേഷ്യന്റ് 7 അടിച്ചുപോയി സാറേ. പിന്നെ അവിടെ നിക്കക്കള്ളിയിലുണ്ടായപ്പോ ഡോക്ടർ കുഴിത്തറ സുഗുണൻ MBBS ബോർഡ് കൊടുത്തുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല കേട്ടോ. അപ്പോഴേ സാറിന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, എനിക്ക് ഹാർട്ടേ ഇല്ല. ഹാർട്ടിലെന്നാ? ഇല്ലേ? അങ്ങനെയാണ് ശത്രുക്കൾ പറയുന്നത്. ആ പേഷ്യന്റ് എന്തോ ചോദിക്കുന്നു. സുമു, ആ പേഷ്യന്റ് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാൻ ടൈമായി. ചെല്ലു. ജ്യൂസ് വന്ന് ഇത് നന്നാക്കി തന്നെ ഇരിക്കട്ടെ. കടിക്കണം കടിക്കണം പന്നി. ഈ പേഷ്യന്റ് പിന്നെ എന്തോ ചോദിക്കുന്നു. ഇത്ര പെട്ടെന്ന് അകത്ത് കയറ്റിയ സുമലതേ, അടുത്ത ക്യാരറ്റ് ജ്യൂസ് കൊടുക്കൂ. രണ്ടും കൂടി മിക്സ് ആവോ.
ദേ വീണ്ടും വിളിക്കുന്നു. ഇപ്പൊ വരാം. ഇനി ഇപ്പൊ കുടിക്കണ്ട നേതാവേ, ഒന്നിനും രണ്ടിനും ഒക്കെ പോണോന്ന് തോന്നുന്നു. നേതാവോ? ആ, ഒരു ലോക്കൽ നേതാവ് ഭക്തവത്സലൻ. ഏതോ പരമനാരികൾക്ക് ഇപ്പൊ ത്തിലാക്കി. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാന്നേ. ഡോക്ടർ, ഇത് പണിയാവും. മുഖം കണ്ടിട്ട് ഇയാൾക്ക് 1നോ 2നോ പോണമെന്നാണ് തോന്നുന്നത്. അയ്യേ, അത് എന്നോട് പറഞ്ഞാ പോരെ. ഇപ്പൊ ശരിയാക്കി തരാം. ഇനിയും താമസിച്ചാ ശരിയാവൂല. അയ്യോ, അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിറയെ ഫ്രൂട്ട്സ് ആണല്ലോ. സാറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞങ്ങളെ ആര് നോക്കും? അതിനല്ലേ ഞാനുള്ളത്. കരിക്കട്ട നിന്റെ അച്ഛൻ. ഞങ്ങളുടെ നെഞ്ചേരിന്ന് ഞങ്ങൾക്ക് അറിയും അല്ലേ? കരിക്ക് കുടിക്ക് സാറേ. കുടിക്ക്. സിസ്റ്റർ സിസ്റ്റർ, കട്ട മാറ്റരുത്. ആ മുഖം കണ്ടാൽ അറിയാം. കഴിഞ്ഞിട്ടില്ല. ആ സുമു, എന്താ ഡോക്ടർ? ജ്യൂസ് കൂടുതൽ കുടിച്ചിട്ടാവും. ഇന്നത്തേക്ക് എന്തായാലും കട്ടം മാറ്റണ്ട. മതി. വേണ്ട, മതി. എനിക്ക് തൃപ്തിയായി. നിങ്ങളുടെ ഈ അഗാധമായ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു, അധരം വിതുമ്പിപ്പോകുന്നു. ഒരു ശക്തിക്കും ഇനി ലക്ഷ്മണനെ അധിക നാൾ തളച്ചിടാനാവില്ല. ഞങ്ങൾ ലക്ഷ്മണൻ വക്കീല് സുഖമായാൽ വെട്ടി വേലായുധ ഞങ്ങൾ നേർച്ചക്കാവടി എടുത്തോളാമേ.